ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു വാക്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ ഈ നിമിഷം ഞങ്ങൾ ആയിരിക്കുന്നല്ലോ. അവിടുന്ന് അനുഗ്രഹിക്കും ആശീർവദിക്കും ചെയ്യുമാറെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചനം ശ്രദ്ധിക്കപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ തിരക്കിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കാര്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ കർത്താവരെ ഇടയാക്കുമാറാണ് എന്ന് പ്രാർത്ഥിക്കുന്നു. സംസാരിപ്പാനടിനെ ബലപ്പെടുത്തണം. ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിക്കാലെ സ്തോത്രം. സകലം യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വേറിട്ട പഠനമെന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ചില ദിവസങ്ങളായി നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് 111 സങ്കീർത്തനം 11 വാക്യത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ച് നിർത്തിയിരിക്കുന്നത് നല്ല കാര്യങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനിടയായി തീർന്നു. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ എന്തൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ നാം ആയിത്തീരേണ്ടത് എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നല്ല കാര്യങ്ങൾ ഇനിയും വിശുദ്ധ ബൈബിൾ പെറുക്കിയെടുക്കുവാനുണ്ട്. എന്നാൽ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാനിടയായിത്തീർന്നു. അതൊരു ദൈവ പൈതലുള്ള ബന്ധത്തിൽ നല്ല മനസ്സ്, നല്ല ബുദ്ധി, നല്ല പ്രവൃത്തി, നല്ല അംശം തിരഞ്ഞെടുക്കണം, നല്ല ഫലം കായ്ക്കണം എന്നതിനെക്കുറിച്ച് ഒരു ഷോർട്ട് മെസ്സേജായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനിടയായിത്തീർന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത് അതിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ സുവിശേഷ വേലയിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ശുശ്രൂഷ ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ ബന്ധത്തിൽ ചില കാര്യങ്ങൾ ദൈവവചനത്തിൽ സൂചിപ്പിക്കപ്പെടുന്നു. അത് എന്തൊക്കെയാണെന്ന് അല്പമായി ചില കാര്യങ്ങൾ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. നമുക്ക് ഒരു വാക്യം വായിക്കാം. 2 തിമോഥെയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത് വാക്യം. 2 തിമോഥെയോസ് 2-ാം അധ്യായം 3-ാമത് വാക്യം. ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഇവിടുന്ന് വായിച്ച കേട്ടത്, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അപ്പോസ്തലനായ പൗലോസ് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ തന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു വരുന്ന കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലേഖനത്തെക്കുറിച്ച് അതിൻ്റെ വിവരണമൊന്നും പറയാനായിട്ട് ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. തുടർന്ന് വരുന്ന ക്ലാസ്സുകളിലൊക്കെ അല്പമായി ചിന്തിക്കുവാനായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു. നേരെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മാത്രമല്ല, ലേഖനങ്ങളെക്കുറിച്ചൊക്കെയുള്ള സവിസ്താരമായിരിക്കുന്ന വിവരണങ്ങളും ഒക്കെയുള്ള പുസ്തകങ്ങളും ദൈവദാസന്മാരുടെ ക്ലാസ്സുകളൊക്കെ നമുക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ആ റൂട്ടിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം. ഇവിടെ വായിച്ച് കേട്ടിരിക്കുന്നത് 2 തിമോഥെയോസ് ലേഖനം 2:3 വായിച്ച്, ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു രാജ്യത്തിൻ്റെ കാവൽ ഭടന്മാർ അല്ലെങ്കിൽ കാവൽ ഭടന്മാരുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആ ഭടന്മാർ ആ രാജ്യത്തെ സൂക്ഷിക്കുന്നു. അതിന് വേണ്ടതരക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും അവരത് സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധയോടുകൂടി അവരുടെ ഉത്തരവാദിത്തം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ അതുപോലെ തന്നെ ദൈവരാജ്യത്തിനും ഭടന്മാരെ ആവശ്യമാണ്. ആ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി ആ ദൈവരാജ്യത്തിൽ പോരാടുന്നതിൻ്റെ ഭടന്മാരെ ആവശ്യമായിരിക്കുന്നു. അതിനുവേണ്ടി യഹോവയുടെ ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ക്ഷണിക്കുന്നുണ്ട്. അതിലേക്ക് ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്. അവരവരുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട്
വേണ്ടി ധരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വിളിക്കനുസരിച്ച് നമ്മൾ ധരിക്കുന്ന ഏൽപ്പിച്ച് ശുശ്രൂഷ ചെയ്യുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ക്രിസ്തു യേശുവിൻ്റെ ഒരു നല്ല ഭടനായി തീരണമെങ്കിൽ ചില യോഗ്യതകളൊക്കെ ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാം വായിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ ഒരു നല്ല ഭടൻ ആയിരിക്കണം എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ താൻ ഒരു മുന്നറിയിപ്പായിട്ട് പറയുന്നത്. ഒരു നല്ല ഭടനായി തീരണമെങ്കിൽ, ദൈവരാജ്യത്തിൻ്റെ ഒരു നല്ല ഭടനായിട്ട് നാം തീരണമെങ്കിൽ നമുക്ക് ചില യോഗ്യതകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. 1-2 ഭാഗം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, കർത്താവിനാൽ നാം വിളിക്കപ്പെട്ടവരായിരിക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 19-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം കർത്താവിനാലുള്ള ഒരു വിളി ഉണ്ടായിരിക്കണം. ഉൽപ്പത്തി മുതൽ നാം ചിന്തിച്ചു വരുമ്പോൾ വെളിപ്പാട് വരെയുള്ള ആ പുസ്തകങ്ങൾ നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഓരോ സാഹചര്യങ്ങളിലും പല സാഹചര്യത്തിൽ നിന്നെല്ലാം കർത്താവ് ഓരോരുത്തരെ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നതിന് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. അത് വ്യത്യസ്ത രീതിയിലുള്ള വിളിയെക്കുറിച്ച്, ദൈവവിളി എന്ന് പറയപ്പെടുന്നത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. എങ്കിലും അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവർ. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ ചെന്നാൽ കർത്താവ് അവരെ വിളിച്ചു, അവർ അവനെ അനുഗമിച്ചു, സകലതും വിട്ട് അനുഗമിച്ചു എന്നവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ കർത്താവിനാൽ ഒരു വിളി ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല ഒരു ഭടൻ ആയിത്തീരുവാൻ നമുക്ക് സാധ്യമായി തീരത്തുള്ളൂ. രണ്ടാമത് വായിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 1:27 വായിക്കുന്നു: ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ കർത്താവിനാൽ വിളിക്കപ്പെടുക മാത്രമല്ല, കർത്താവിനാൽ ഒരു തിരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കണം എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ വിളി മാത്രമല്ല നമ്മളിലുണ്ടായിരിക്കുന്നത്, വിളി കേട്ടിറങ്ങിത്തിരിച്ചാൽ ദൈവത്താലുള്ള കർത്താവിനാലുള്ള ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരു നല്ല ഭടൻ ആയിത്തീരുവാനിടയായി തീരത്തുള്ളൂ. മൂന്നാമത് നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്കൊരു ആയുധം ഉണ്ടായിരിക്കണം. ക്രിസ്തുവിൻ്റെ ഭടന്, ഒരു നല്ല ഭടൻ ഉണ്ടായിരിക്കേണ്ട യോഗ്യതകൾ നമുക്കൊരു ആയുധം ഉണ്ടായിരിക്കണം. ഏതാണ് ഈ ആയുധമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എഫെസ്യ ലേഖനം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം ഇങ്ങനെ വായിക്കുന്നു: രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. അപ്പോൾ ഒരു ഭടന്മാർ അല്ലെങ്കിൽ ലോകത്തിലെ ഭടന്മാർ നാം ചിന്തിക്കുമ്പോൾ അവിടെയും ആ കാലാകാലങ്ങളിലുള്ള ഒരായുധങ്ങളുണ്ട്. പണ്ടത്തെ പോലുള്ള വാളും പരിചയം എന്നല്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മിസൈലും അങ്ങനെയുള്ള വെടി ഉപകരണങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതുപോലെ തിരുവചനം നമുക്ക് മനസ്സിലാക്കുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ ഭടനും ഇതുപോലെ ആയുധമുണ്ട്. അപ്പോൾ ഈ ലോകത്തുള്ള ആയുധങ്ങൾ പോലെ അല്ല ഒരു ഭടന് അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയല്ല ദൈവരാജ്യത്തിൻ്റെ ഭടന്മാർക്കുണ്ടായിരിക്കേണ്ടത്. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ കരസ്ഥമാക്കണം. അതാണ് നാം ഈ തിരുവചന പഠനത്തോടുള്ള ബന്ധത്തിൽ നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ വാൾ കരസ്ഥമാക്കണമെങ്കിൽ അല്ലെങ്കിൽ അത് നാം പ്രാപിച്ചെടുക്കണമെങ്കിൽ തിരുവചന പഠനമാണ് അതിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് ഈ ഭടന് രക്ഷ എന്ന ശിരസ്സും ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും കരസ്ഥമാക്കിയാൽ മാത്രമേ നല്ല ഒരു ഭടന് വേണ്ട രീതിയിൽ ഇത് പോരാടുവാനായിട്ട് ഇടയായിത്തീരത്തുള്ളൂ. നാലാമത്തെ കാര്യമാണ് നാം ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത്. 2 തിമോഥെയോസ് ലേഖനം 2-ാം അധ്യായം 3-ാമത് വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ക്രിസ്തു യേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടി കഷ്ടം സഹിക്കുക എന്ന് പറയുന്നു. അപ്പോൾ കഷ്ടം സഹിക്കാനുള്ള തയ്യാർ
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഒന്നാമത് ഒരു ക്രിസ്ത്യാനി നല്ല പഠനം ഉണ്ടാക്കിയിട്ട് ദൈവത്താലുള്ള കർത്താവിനാലുള്ള ഒരു വിളി ഉണ്ടായിരിക്കണം. 2, കർത്താവിനുള്ള തിരഞ്ഞെടുപ്പുണ്ടായിരിക്കണം. 3, നമുക്കൊരു ആയുധം ഉണ്ടായിരിക്കണം. ആയുധം ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി. 4, കഷ്ടം സഹിക്കാനുള്ളൊരു തയ്യാറുണ്ടായിരിക്കണം. അപ്പോൾ സുവിശേഷ പ്രവർത്തനത്തിലേക്ക് നാം ഇറക്കി തിരിക്കുമ്പോൾ കഷ്ടത ഉണ്ട് എന്നാണ് തിരുവചനം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഷ്ടതയില്ലാതല്ല. കഷ്ടപ്പെട്ടിരിക്കുന്നതായ കഷ്ടത അനുഭവിച്ച അനേക ഭക്തന്മാരെ തിരുവചനത്തിൽ നമ്മൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും നമ്മുടെ വിളി അനുസരിച്ച് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഒരു പക്ഷെങ്കിൽ ചില കഷ്ടങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ ചിലർക്ക് നല്ല അനുഗ്രഹങ്ങളൊക്കെ ലഭിച്ചെന്ന് വരാം. ഏതായിരുന്നാലും അത് ചെയ്യാൻ എന്തു വന്നാലും സഹിക്കാനുള്ള ഒരു ഉത്തരവാദിത്ത മനോഭാവം അല്ലെങ്കിൽ അതിനുള്ള കഷ്ടം സഹിക്കാനുള്ള ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ അതിനുള്ള തയ്യാറുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നാം ചെയ്യുമ്പോൾ പിന്നീട് ദൈവം നമ്മെ അനുഗ്രഹിക്കേണ്ട നല്ലൊരു ഭടൻ ആയിത്തീരുവാനായിട്ട് ഇടയായിത്തീരും. അതാണ് അതിനകത്ത് നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ നല്ല ശുശ്രൂഷകന്മാർ എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ ഒന്നാമത് എനിക്ക് പറയാനുള്ളത് തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ പറയാനുള്ളത് ഒരു നല്ല ഭടൻ ആയിരിക്കണം നാം എല്ലാവരും. അതാണ് നല്ല കാര്യങ്ങളെക്കുറിച്ച് അവിടെ ചിന്തിക്കുമ്പോൾ നല്ല ഭടനായിത്തീരണം. 2, നമുക്കൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിൻ്റെ 21-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കുന്നു. മത്തായി സുവിശേഷം 25-ന്റെ 21-ാമത് വാക്യം. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും, നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്ക എന്ന് അവനോട് പറഞ്ഞു. നമുക്ക് ഇതിൻ്റെ 14-ാമത് വാക്യം മുതലാണ് ഇതിൻ്റെ സംഭവം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5 താലന്ത്, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവനവൻ്റെ പ്രാപ്തി പോലെ കൊടുത്തു യാത്ര പുറപ്പെട്ടു. ഇവിടെ ഈ 25-ാം അധ്യായത്തിൽ അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സന്ദർഭത്തിലും നമുക്ക് മറ്റൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ ഒരു കന്യകമാരുടെ ഒരു സാദൃശ്യം അവിടെ പറയാനിടയായിത്തീർന്നു. ബുദ്ധിയുള്ളവരും ബുദ്ധിയില്ലാത്തവരുമായിരിക്കുന്ന കന്യകമാർ അവരൊരുങ്ങിയ കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷമായിട്ട് താൻ പറയുന്ന ഒരു ഭാഗമാണ് 14-ാം വാക്യം മുതൽ. ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. അവനവൻ്റെ പ്രാപ്തി പോലെ അവിടെ 5 താലന്ത്, 2 താലന്ത്, 1 താലന്ത് കൊടുത്തു. അങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുള്ള ബന്ധത്തെ നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിന് മുഖപക്ഷമുണ്ടോ എന്ന് ചോദിച്ചാൽ മുഖപക്ഷം ഇല്ലാന്ന് തിരുവചനം നമ്മെ സൂചിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിക്കുന്ന വ്യത്യസ്തമായിരിക്കുന്ന രീതിയിൽ കൊടുക്കാനുള്ള കാര്യം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവനവൻ്റെ പ്രാപ്തി പോലെ. അതായത് 5 താലന്ത് കൊടുത്തവൻ്റെയും 2 താലന്ത് കൊടുത്തവൻ്റെയും ഒക്കെ പ്രാപ്തി പോലെ അവനവൻ്റെ പ്രാപ്തിക്ക് അത് മനസ്സിലാക്കി, യജമാനൻ അത് മനസ്സിലാക്കി താലന്ത് അവരെ ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. എന്തായിരുന്നാലും അളവിലല്ല അവിടെ കാര്യം, കൊടുത്തത് വ്യാപാരം ചെയ്തോ എന്നുള്ളതിലാണ് പ്രസക്തി അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യജമാനൻ ദൂരദേശത്തേക്ക് പോയി ഇവർ വ്യാപാരം ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ യജമാനൻ മടങ്ങി വന്നപ്പോൾ ഈ ദാസന്മാരെ വിളിക്കുന്ന രംഗമാണ് നമ്മുടെ വിഷയം. വിളിച്ചപ്പോൾ 5 താലന്തുള്ള ആ മനുഷ്യൻ വാങ്ങിച്ചത് എന്ത് ശ്രമിച്ചു? ആ 5 താലന്ത് 5ഉം കൂടെ നേടി 10 താലന്തുമായിട്ട് തിരിച്ചു വരുവാനിടയായിത്തീർന്നു. അത് യജമാനനെ ഏൽപ്പിച്ചു. അപ്പോൾ ആ യജമാനൻ വിളിച്ച പേരാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. 14-ാമത് 21-ാം വാക്യം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. അപ്പോൾ നല്ല ദാസൻ എന്നുള്ള ഒരു പേര് അവിടെ ലഭിക്കാനിടയായിത്തീർന്നു. അങ്ങനെ തന്നെ 2 താലന്ത് ലഭിച്ചവനും യജമാൻ്റെ ഒരിക്കൽ വന്ന്, നീ എന്നെ 2 താലന്തല്ലേ ഏൽപ്പിച്ച്, ഞാൻ 2ഉം കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യജമാനെ ഏൽപ്പിക്കുവാനിടയായിത്തീർന്നു. എന്നാൽ 1 താലന്ത് ലഭിച്ചവനും അവിടെ വന്നിട്ട് ചില ന്യായങ്ങൾ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്.
24 വാക്യം. ഒരു താലന്ത് ലഭിച്ചവനും അടുക്ക വന്നു, യജമാനനെ, നീ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു. ഭയപ്പെട്ട് ചെന്ന് നിൻ്റെ താലന്ത് നിലത്ത് മറച്ചു വെച്ചു, നിൻ്റേത് ഇതാ, എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് യജമാനൻ ഉത്തരം പറഞ്ഞത്, ദുഷ്ടനും മടിയനുമായ ദാസനെ, ഞാൻ വിതയ്ക്കാത്തയിടത്തുനിന്ന് കൊയ്യുകയും വിതറാത്തയിടത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്നവൻ എന്ന് നീ അറിഞ്ഞുവല്ലോ. നീ എൻ്റെ ദ്രവ്യം പൊൻവാണിഭക്കാരെ ഏൽപ്പിക്കേണ്ടിയിരുന്നു, എന്നാൽ ഞാൻ വന്ന് എൻ്റേത് പലിശയോട് കൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നു. അങ്ങനെ അവനോട് പറയുന്ന ഭാഗം ദുഷ്ടനും മടിയനുമായിരിക്കുന്ന, അല്ലേ, ദുഷ്ടനും മടിയനുമായ ദാസനെ അവിടെ രേഖപ്പെടുത്തിയ 2 സംബോധനകളാണ്. ആദ്യം കേട്ടത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ. ഇവിടെ വിളിക്കുന്നത് ദുഷ്ടനും മടിയനുമായിരിക്കുന്ന ദാസനെ. ചരിത്രം നമുക്ക് വളരെ സുപരിചിതമായിരിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വിവരിക്കുന്നില്ല. ഒത്തിരി കാര്യങ്ങൾ വിഷയമായിട്ട് അവിടെ നിന്ന് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എങ്കിലും നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ നല്ല ദാസൻ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നല്ല ദാസൻ. എന്താണ് ദാസൻ എന്ന് പറയുമ്പോൾ? ദാസന്മാർ, സെർവൻസ് എന്ന് പറയാം. മൂലഭാഷയിൽ ദാസൻ എന്നുള്ള വാക്കിന് അതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്ന അടിമ എന്നുള്ള അർത്ഥമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം അടിമ എന്നുള്ളതാണ്. ഒരു അടിമ എന്ന് പറയുമ്പോൾ ഒരു സഹായനോ ദൂതവാഹനോ മാത്രമല്ല, പ്രത്യേകത തൻ്റെ യജമാനൻ്റെ സർവ്വധനത്തിൻ്റെയും സൂക്ഷിപ്പിൻ്റെയും ഉത്തരവാദിത്വം മുഴുവൻ അടിമയിൽ നിക്ഷിപ്തമായിരിക്കുന്നു. അടിമയെക്കുറിച്ചും പഠിക്കുമ്പോൾ ഒരടിമ അവൻ്റെ യജമാനനെ മാത്രം മാനിച്ചും സേവിച്ചും സ്നേഹിച്ചും അനുസരിച്ചും ദർശിച്ചും ജീവിക്കുവാൻ നിയമിക്കപ്പെട്ടവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യജമാനൻ്റെ ഇഷ്ടം എന്താണോ അത് അനുസരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ ദാസൻ എന്നുള്ളതിനെക്കുറിച്ച് അർത്ഥം കൊടുത്തിരിക്കുന്നത്. അതായത് ആ യജമാനൻ എന്താവശ്യപ്പെട്ടാലും ഏത് ജോലി നമ്മെ ഏൽപ്പിച്ചാലും അത് വളരെ ഉത്തരവാദിത്തോടു കൂടി അത് കൃത്യസമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുന്നതിലാണ് ആ ദാസൻ ചെയ്യേണ്ടത്, അല്ല ആ അടിമ ചെയ്യേണ്ടതെന്ന് പറഞ്ഞ രീതിയിൽ അവിടെ അർത്ഥം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ഒരു നല്ല ദാസൻ ആയിത്തീരണമെങ്കിൽ നാം എന്തായിത്തീരണം? യജമാനൻ നമ്മോട് എന്താവശ്യപ്പെടുന്നതോ അതുപോലെ തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഇത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവം നമ്മിൽ ഏൽപ്പിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തർക്കും ദൈവം ഓരോ താലന്തുകൾ ദൈവം തന്നിട്ടുണ്ട്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്, ഓരോരുത്തരും ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് പ്രകാരം തന്നെ അത് ചെയ്യുന്ന രീതിക്കും അതിൻ്റെ പ്രവൃത്തിക്കനുസരിച്ചുമാണ് ദൈവം നമ്മിൽ പ്രവർത്തിക്കുമാകത്തിന് അതിന് പ്രതിഫലം ലഭിക്കപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ പ്രവർത്തനം കണ്ടും കേൾക്കുമ്പോൾ കർത്താവ് നമ്മെ വിളിക്കുന്ന ഒരു സംബോധന, നല്ല ദാസൻ എന്നുള്ള ഒരു സംബോധന നമുക്ക് ലഭിക്കപ്പെടുമോ ഇല്ലയോ എന്നാണ് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ എനിക്കിന്നൊരു ആത്മീയ ദൂതായി നിങ്ങൾക്ക് പറയാനുള്ളത്. എന്ന് പറഞ്ഞാൽ നല്ല ദാസൻ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3-ാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് ശ്രദ്ധയെത്തിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 11-ാമത് വാക്യം നമുക്കൊന്ന് വായിക്കാം. യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായം യോഹന്നാൻ സുവിശേഷം 10-ന്റെ 11-ാമത് വാക്യം. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ എന്നുള്ള പദമാണ്. ആദ്യം ചിന്തിച്ചത് നല്ല ഭടൻ, നല്ല ദാസൻ. ഇവിടെ നാം വായിച്ചു കേട്ടേക്കും, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ നാം വായിക്കുന്നു. യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നാം ചിന്തിക്കുമ്പോൾ കർത്താവ് ഒരു നല്ല ഇടയനാണ്. നല്ല ഇടയൻ. 23-ാം സങ്കീർത്തനം 1-ാമത് വാക്യം ഞാൻ വായിക്കുന്നത്, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധമാണ് ആ സങ്കീർത്തനത്തിലുടനീളം നാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ഇടയൻ എന്ന് പറയപ്പെടുന്നത്, ആ ഇടയ ശുശ്രൂഷ എന്ന് പറഞ്ഞ ഇടയൻ്റെ ചുമതലകൾ, കർത്താവിനുള്ള ബന്ധത്തിൽ നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ, ഇങ്ങനെ 3 ഇടയസ്ഥാനങ്ങൾ കർത്താവിനുള്ളതായിട്ട് നമുക്ക് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അത് ഇപ്പോഴത്തെ നമ്മുടെ വിഷയമല്ല, എങ്കിലും ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇടയൻ്റെ ചുമതലയെക്കുറിച്ച് രേഖപ്പെടുത്തിക്കുമ്പോൾ അവൻ തൻ്റെ ആടുകളെ അറിയുന്നു. അപ്പം ഇടയൻ എന്ന് പറയപ്പെടുന്നത് ആടുകളെ അറിയുന്ന
ഒരു വ്യക്തിയായിരിക്കണം. ആടുകളെ അറിയാൻ യോഹന്നാൻ ഈ അധ്യായം തന്നെ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 14-ാമത് വാക്യം, ഞാൻ നല്ല ഇടയൻ, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. തുടർന്നുള്ള വാക്യത്തിലുണ്ട്, ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്നൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അക്കമിട്ട് നമ്മൾ ഈ 10-ാം അധ്യായം ഒരു ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധമാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആടുകളെ അറിയുന്നു, 2 പേർ ചൊല്ലി വിളിക്കുന്നു, 10-3 കൂട്ടിച്ചേർക്കുന്നു, യോഹന്നാൻ 10-16 വാക്യം, പിന്നെ നടത്തുന്നു, മേയ്ക്കുന്നു, കിടത്തുന്നു, സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 10-28 വായിക്കുമ്പം സൂക്ഷിക്കുകയും എല്ലാ ഏത് പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും അവനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആടിനൊരു കേടും വരുത്താതെ വണ്ണം സൂക്ഷിക്കുകയും ചെയ്യുന്നു. അവിടെ 28-ാമത് വാക്യം നാം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് 27 മുതൽ വായിക്കുന്നു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയും ഇല്ല. അപ്പോൾ അതിൻ്റെ ഉറപ്പ് അവിടെ പറയുകയാണ്, ആരും എന്നിൽ നിന്ന് അത് അപഹരിച്ച് പോകത്തില്ല, ആരും പിടിച്ചു പറിക്കുകയുമില്ല. അപ്പോൾ അതുപോലെ ആടുകളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെക്കുറിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് നാം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ അല്ലെങ്കിൽ ആ പരിപാലിക്കപ്പെടുന്ന വിധങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പേർ ചൊല്ലി വിളിക്കുന്നു, ആടുകളെ അറിയണം, അവയെ നടത്തണം, അവയെ മേയ്ക്കണം, അവയെ കിടത്തുന്നു, സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ ഒരു നല്ല ഇടയൻ്റെ ചുമതലയായിട്ട് തിരുവചനം നമുക്ക് പഠിക്കാം. ഇനിയും അനേക കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ വിഷയത്തുള്ള ബന്ധത്തിൽ അല്പം മാത്രം ചിന്തിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നല്ല ഇടയൻ ആണെങ്കിൽ നല്ല ഇടയനായി തീരണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത 2 വാക്യം കൂടെ വായിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. 1 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം നമുക്കൊന്നുകൂടെ വായിക്കാം. 1 തീമോഥെയോസ് 4-ാം അധ്യായം അതിൻ്റെ 6-ാമത് വാക്യം, ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസത്തിൻ്റെയും സതുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകൻ ആകും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നല്ല ശുശ്രൂഷകൻ ആയിത്തീരണം. പുറകിലത്തെ വാക്യങ്ങളിൽ ചില കാര്യങ്ങൾ താൻ പറഞ്ഞു വന്നതിന് ശേഷം താൻ തീമോഥെയോസിനെ ഉറപ്പിക്കുകയാണ്, നീ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ, എന്ത് കാര്യത്താൽ, എന്ത് ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വന്ന വിശ്വാസമുണ്ട്. അവൻ പഠിച്ചതായിരിക്കുന്നതും കണ്ടും കേട്ടും വളർന്നു വന്നതായിരിക്കുന്ന ദൈവവചനത്തിൽ കൂടിയുള്ള ദൈവത്തിലുള്ള ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസവും സതുപദേശത്തിൻ്റെയും വചനത്താൽ എന്ന് പറഞ്ഞാൽ സതുപദേശമായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ വചനത്താൽ, ദൈവവചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തു യേശുവിന് നല്ല ശുശ്രൂഷകനായിത്തീരും എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഗ്രഹിക്കണം, അനുസരിക്കണം, വിശ്വാസത്തിൽ ഉറയ്ക്കണം, ഉപദേശത്തിൻ്റെതായിരിക്കുന്ന വചനം പഠിക്കണം, അത് ക്രിയ ചെയ്യണം. അതുപോലെ ചെയ്യുമ്പോൾ ക്രിസ്തുവിൻ്റെ നല്ല ഒരു ശുശ്രൂഷകനായി തീരുവാൻ ഇടയായിത്തീരും എന്നാണ് അവിടെ വായിച്ച് കേൾപ്പിച്ചിരിക്കുന്നത്. അപ്പം ശുശ്രൂഷകളുള്ള അധ്യക്ഷന്മാരുടെയും ശുശ്രൂഷകന്മാരുടെയും ശുശ്രൂഷകൾ ദൈവാലയ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്നവനെന്നാണ് അർത്ഥം. ബൈബിളിൽ പഴയ നിയമത്തിലെ അധ്യക്ഷന്മാരുടെയും ശുശ്രൂഷകരുടെയും ശുശ്രൂഷകൾ ദൈവാലയ ശുശ്രൂഷകളോട് ബന്ധപ്പെട്ട് ചുമതല വഹിക്കുന്നവനാണ് എന്നാണ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് അർത്ഥം ചുമതല വഹിക്കുന്നവൻ. രണ്ടാമത്തത് അർത്ഥം കൊടുത്തിരിക്കുന്നത് ഉത്തരവാദിത്വം ഉള്ളവൻ. ആധ്യാത്മിക ശുശ്രൂഷകളിൽ ദൈവസഭയുടെ ആത്മീക വിഷയങ്ങളിലും ശാരീരിക ആവശ്യങ്ങളിലും ഉത്തരവാദിത്വം ഉള്ളവൻ എന്നുള്ളതാണ് ഒരു അർത്ഥം കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ദൈവസഭയ്ക്ക് ആത്മീക പോഷണം നൽകുന്നവരാണ് അധ്യക്ഷന്മാർ എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകന്മാർ. അടുത്തത് കൊടുത്തിരിക്കുന്നത് ഒരു സ്ഥലം
സഭയുടെ ആത്മീയ പരിപാലകരാണ് ശുശ്രൂഷകന്മാർ. അപ്പം ഇങ്ങനെ വ്യത്യസ്ത രീതിയിലാണ് ശുശ്രൂഷകന്മാർ എന്നുള്ളതിനെക്കുറിച്ച് അർത്ഥത്തിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ, ഒന്ന് ചുമതല വഹിക്കുന്നവൻ, രണ്ടാമത് ഉത്തരവാദിത്വം ഉള്ളവൻ, മൂന്ന് ആത്മീക പോഷണം നൽകുന്നവർ, നാല് ആത്മീയ പരിപാലകന്മാർ. ഇങ്ങനെ വ്യത്യസ്ത അർത്ഥത്തിലാണ് ഒരു ശുശ്രൂഷകൻ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോൾ നല്ല ശുശ്രൂഷകനായി തീരണമെങ്കിൽ ഇതുപോലെ വിശ്വാസത്തിൽ ഉറപ്പും വചനത്തിൽ അറിവും ഉത്തരവാദിത്ത മനോഭാവവും അങ്ങനെ ഉണ്ടായി തീരുകയാണെങ്കിൽ ഒരു നല്ല ശുശ്രൂഷകനായി തീരുമെന്ന് പൗലോസ് അവിടെ രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഉപദേശം ഈ കാലഘട്ടങ്ങളിൽ നമ്മോടും അത് ആത്മീയ ദൂതായിട്ട് തിരുവചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും അടിസ്ഥാന ഘടകം തിരുവചന പഠനം, അതുപോലെ തന്നെ ആത്മീയമായിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലും ആയിത്തീരുമ്പോൾ ഇപ്പോൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ ദിവസങ്ങൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. ഈ ജ്ഞാനമൊക്കെ നമ്മൾ പ്രാപിച്ച് അപ്രകാരമായി തീരുമ്പോൾ മാത്രമാണ് ഒരു നല്ല ശുശ്രൂഷകനായി തീരുവാനായിട്ട് ഇടയായിത്തീരത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആ ഉത്തരവാദിത്ത മനോഭാവത്തിൽ ചെയ്തെടുക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നല്ല ശുശ്രൂഷകൻ ആയിത്തീരണം എന്നവിടെ പൗലോസ് എടുത്തു പറയപ്പെടുന്നത്. അടുത്തൊരു ഭാഗത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. 2 തിമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത് വാക്യം. 2 തിമോഥെയോസ് 4:7 വാക്യം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ ഈ ചരിത്രം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പൗലോസിൻ്റെ അവസാനമായിരിക്കുന്ന ശുശ്രൂഷയുള്ള ബന്ധത്തിൽ അവസാന പീഠിലേക്ക് വരുമ്പോൾ താൻ പറയപ്പെടുന്ന തൻ വിശ്വാസത്താൽ താൻ പറയുകയാണ് തനിക്ക് ഒരു പ്രതിഫലം ലഭിക്കപ്പെടുന്നു. ആ പ്രതിഫലം എന്താണെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കത് ലഭിക്കുമെന്ന് പൗലോസ് വളരെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ താൻ പറയുകയാണ്. അത് എനിക്ക് മാത്രമല്ല, പൗലോസിന് മാത്രമല്ല അത് ലഭിക്കപ്പെടുന്നത്, തങ്ങൾ പ്രിയം വച്ചിരിക്കുന്ന, തൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന ഏവർക്കും കൂടെ ആയിരിക്കും എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു കിരീടം അല്ലെങ്കിൽ ആ പ്രതിഫലം അത് മാത്രമല്ല, പിന്നെയും പ്രതിഫലത്തിൻ്റെ ലിസ്റ്റുകൾ അനേകം നമുക്ക് പഠിക്കുവാനുണ്ട്. എന്നാൽ അതിലൊരു സെക്ഷനാണ് കിരീടങ്ങൾ. അതിലൊരു കിരീടമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ നല്ല പോർ പൊരുതു എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ അർത്ഥം ഞാൻ നല്ലൊരു പോരാളിയായിരുന്നു. ആര്? അപ്പോസ്തലൻ പൗലോസ് താൻ നല്ലൊരു പോരാളിയായിരുന്നു. ഏത് പ്രതിസന്ധി കടന്നു വരുന്ന നിമിഷത്തിലും ക്രിസ്തുവിൽ കൂടി അതിനെ നേരിടുവാനായിട്ട്, പോർക്കളത്തിൽ നിൽക്കപ്പെടുവാനായിട്ട്, ക്രിസ്തുവിൽ കൂടി നല്ല പോരാടി നിൽക്കുവാൻ, എല്ലാ പ്രതിസന്ധികളും ജയിക്കപ്പെടുവാൻ, അവസാനത്തോളം താൻ സഹിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതുപോലെ പൗലോസ് അത് ചെയ്തതുപോലെ തന്നെ, കർത്താവ് ജയിച്ചതുപോലെ തന്നെ നമ്മെക്കുറിച്ചും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും ഒരു പോരാളിയായിരിക്കണം. പോരാടുക എന്ന് പറഞ്ഞപ്പെടുന്നത് ലേഖനത്തിൽ പറയുന്നത് പോലെ നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടുള്ള വാഴ്ചകളോട് അധികാരങ്ങളോടെന്നുള്ള ആ വാക്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, അല്ലേ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മനുഷ്യരോടോ, നമ്മുടെ കൂട്ടുകാരോടോ, നമ്മുടെ ബന്ധുമിത്രാദികളോടോ, മനുഷ്യരായിരിക്കും നമ്മുടെ ശത്രുക്കളോടോ ആരോടുമല്ല നാം പോരാടേണ്ടത്. അത് ആരോട് പോരാടണമെന്നവിടെ ലേഖനം 6-ാം അധ്യായത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ വിഷയമല്ല എങ്കിലും ഇപ്പോൾ എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക ഒരു നല്ല പോരാളിയായി തീരണം. നാം എല്ലാവരും ഒരു ഓട്ടക്കളത്തിലാണ്, അപ്പോൾ തന്നെ നാം ഒരു പോർക്കളത്തിലാണ്. അപ്പോൾ അവിടെ എല്ലാം നമ്മൾ പോരാടി ജയിച്ച് ജയവീരനായിട്ട് തന്നെ വരുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കപ്പെടാൻ, ജയം പ്രാപിച്ച് കടന്നു വരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നല്ല ഒരു പോരാളിയായി തീരണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ആത്മബന്ധത്തിൽ, ദൈവമായിട്ടുള്ള ബന്ധത്തിലും പരിശുദ്ധാത്മാവായിട്ടുള്ള ബന്ധത്തിലും ഒരു പോർക്കളത്തിൽ നിന്നുമായി തീരുമ്പോൾ നമുക്കത് ജയം പ്രാപിക്കാം. അത് പൗലോസിന് ലഭിച്ചു. താനത് വളരെ പ്രത്യാശയോടുകൂടി പറയുന്ന ഭാഗമാണ് ഇവിടെ നിന്ന് വായിച്ചത്. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം. അതായത് പറഞ്ഞു വന്നതിൻ്റെ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ ഒരു പ്രതിഫലം നമുക്ക് നിശ്ചയമായും ഉണ്ട്. ആ പ്രതിഫലം പൗലോസിന് ലഭിക്കപ്പെടുമെന്ന് താൻ അത് വിശ്വാസത്തോടെ പ്രത്യാശയോടെ താൻ അവതരിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ
ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, നമുക്കൊരു പ്രതിഫലം ഉണ്ട് നിശ്ചയം. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടി കഷ്ടം സഹിക്കാം. മുമ്പ് നാം ചിന്തിച്ചല്ലോ, വിളിക്കപ്പെട്ടവരായിരിക്കണം, തിരഞ്ഞെടുക്കപ്പെട്ടവരായിരിക്കണം, ഒരു ആയുധമുണ്ടായിരിക്കണം, കഷ്ടം സഹിക്കാനുള്ള തയ്യാറുണ്ടായിരിക്കണം. അങ്ങനെയൊക്കെ നാം ചെയ്തു കഴിയുമ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് നമുക്കൊരു പ്രതിഫലം കർത്താവ് നമുക്ക് നൽകി തരും. അപ്പോൾ നാം ഇവിടെ ഈ ലോകത്തായിരിക്കുന്ന നിമിഷത്തിൽ എന്നാൽ ഏതെല്ലാം പ്രശ്നങ്ങളുടെ പ്രതികൂല സാഹചര്യം കഷ്ടം അനുഭവിക്കേണ്ടി വന്നാലും അതിനെല്ലാം ഒരു പ്രതിഫലം ദൈവം നമുക്ക് ഒരുക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. അത് പ്രാപിക്കാൻ തക്കവണ്ണം നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ റെഡിയാക്കി അല്ലെങ്കിൽ തിരുവചന പ്രകാരം ക്രമപ്പെടുത്തുവാൻ ഈ ക്ലാസ് മുഖാന്തരം നിങ്ങൾക്ക് നമ്മൾ ഒരുക്കുമാറാകട്ടെ ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഈ വാക്യത്തെക്കുറിച്ചാണ് ഈ ക്ലാസ്സുകളെല്ലാം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രണ്ട് ദിവസം കൂടെ ഈ വാക്യത്തിൽ നിന്നും ചില കാര്യങ്ങളോട് ഓർപ്പിക്കാനായിട്ട് ദൈവസ്ഥനിൽ ആശ്രയിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ് നാം ചിന്തിച്ചത് ശുശ്രൂഷകന്മാരുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ, നല്ല രീതിയിൽ എങ്ങനെയൊക്കെ ആയിത്തീരണം. 1, നല്ല ഭടനായി തീരണം. 2, നല്ല ദാസനായി തീരണം. 3, നല്ല ഇടയനായി തീരണം. 4, നല്ല ശുശ്രൂഷകനായി തീരണം. 5, നല്ല പോരാളിയായി തീരണം. അങ്ങനെയെങ്കിൽ ഈ തിരുവചന പഠനം നമ്മെ ഒരു നല്ല ഭടനാക്കി തീർക്കട്ടെ, ഒരു നല്ല ദാസനാക്കി തീർക്കട്ടെ, നല്ല ഇടയനാക്കി തീർക്കട്ടെ, നല്ല ശുശ്രൂഷനാക്കി തീർക്കട്ടെ, നല്ല ഒരു പോരാളിയായി തീർക്കുവാൻ തിരുവചന പഠനം ഏറ്റവും അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ നിർത്തപ്പെടുന്നു. ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ലത് മനോഹരമായിരിക്കുന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. തിരുവചന പഠനത്തിലുള്ള ബന്ധത്തിൽ അല്പനിമിഷം ഞങ്ങളായിരുന്നുള്ള കർത്താവേ, അവിടുന്ന് അനുഗ്രഹിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. സംസാരിപ്പാനിടയനെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കേട്ടതായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ അടുക്കൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന പഠനം അവരുടെ ജീവിതത്തിലെ പ്രയോജനമായി തീരുവാൻ കർത്താവ് ഇടയാക്കാൻ വരണം. 30, 60, 100 മേനി വിളയുവാൻ വരും കാലങ്ങൾ അങ്ങേക്കൊണ്ട് അധികം പ്രയോജനമായി തീരുവാൻ, നല്ല ദാസനായി, നല്ല പോരാളിയായി തീരുവാൻ, നല്ല ഇടയനായി തീരുവാൻ, നല്ലൊരു ശുശ്രൂഷനായി മാറുവാൻ കർത്താവ് എല്ലാവരും നീ അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുമെന്ന് സുവിശേഷ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തലത്തിൽ പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ ഈ ക്ലാസ് മുഖാന്തരം അവർക്ക് അത് ഇടയായി തീരട്ടെന്ന് ഞാനൊന്ന് ആശംസിക്കും പ്രാർത്ഥിക്കും. ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥികട്ടികൾ സ്തോത്ര ദൈവനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ടിക്കാൽ സ്തോത്രം. സകലം യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.